ഫാത്തിമ തഹ്ലിയയുടെ കേസ് ഞങ്ങൾ ഇനിയും തുടരുകയാണ്. ആ കേസ് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഡിഫമേഷൻ സ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം 3 കക്ഷികൾ ഫാത്തിമ തഹ്ലിയക്കെതിരെ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പോലീസിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡിഫമേഷനിലേക്ക് പോകും. രണ്ടാമത്തത് കൃത്യമാണ്, നടുവണ്ണൂരിൽ അത് ഞങ്ങൾ ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്ത കാര്യമാണ്. നടുവണ്ണൂരിലെ നിസരി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് കൗമിലെ കുട്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗമുള്ളത്. ആ പ്രയോഗം കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അതിനെയാണ് കലക്ടർ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ പറഞ്ഞൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ നിയമത്തിൻ്റെ എല്ലാ വഴിയും സ്വീകരിക്കും. പോലീസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി SPയിലേക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്നും ഞങ്ങൾ കോടതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരും. കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇത് ആരാണ് കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നത് എന്ന് തെളിയിച്ചതുപോലെ തന്നെ കൗമിലെ കുട്ടിയും. കാരണം ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ അത് ആര് പറഞ്ഞു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുക രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് അത് കൃത്യമായി ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിഷയം TT പറഞ്ഞതുപോലെ കൃത്രിമമായി വളഞ്ഞ വഴിക്ക് വിജയം നേടാനുള്ള ഒരു പരിശ്രമമാണ് LDFന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതൊന്ന് പേരാമ്പ്രയിലെ കൗമ് പ്രയോഗം പോലുള്ള വിഷയങ്ങളാണ്. അതൊരു വിഷയം മാത്രമല്ല, ജില്ലയിലെ പല ഭാഗങ്ങളും. ഇപ്പോൾ സൗത്തിലെ വിഷയം TT ഇവിടെ പറഞ്ഞു. നാദാപുരം മേഖലയിലൊക്കെ പല വിധേനയും ജാതിയും മതവും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ട് തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന്. മറ്റൊന്ന്, അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കും. ബൂത്ത് പിടുത്തം, ബീഹാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു. ഞാൻ നാദാപുരം നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിയോജക മണ്ഡലത്തിലെ 5 ബൂത്തുകളിൽ യാതൊരുവിധ സങ്കോചവുമില്ലാത്ത രീതിയിൽ കള്ളവോട്ട് ചെയ്തു. ഈ കള്ളവോട്ട് ചെയ്യുന്നതിന് ചിലയിടങ്ങളിലൊക്കെ പോലീസ് സഹായിച്ചു. പാർട്ടി നേതൃത്വം അതിന് ഒത്താശ ചെയ്തും കൊടുത്തു. കള്ളവോട്ട് തടയുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യഥാർത്ഥ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിക്കുകയാണ് വേണ്ടത്. കള്ളവോട്ട് ചെയ്ത് കൃത്രിമ വിജയം ഉണ്ടാക്കുന്നത് ജനാധിപത്യത്തിന്റെ നല്ല രീതിക്ക് യോജിച്ചതല്ല. ഇവിടങ്ങളിലൊക്കെ ഉണ്ടായ സംഭവം ബൂത്ത് ഏജന്റുമാരെ ബൂത്തിനകത്ത് തടഞ്ഞു വെക്കുക, ബൂത്ത് ഏജന്റുമാരെ ബൂത്തിനകത്ത് കയറി ആക്രമിക്കുക, ബൂത്ത് ഏജന്റുമാർ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമോ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളോ പോലും കൊടുക്കാതെ ബൂത്തുകൾക്കുള്ളിൽ അടച്ചു പൂട്ടുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇതേപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കുന്നത് ശരിയല്ല. ജയവും പരാജയവും മറ്റൊരു വിഷയമാണ്. ജനാധിപത്യ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ഉണ്ടാകും. അത് നാദാപുരം മണ്ഡലത്തിൽ പലയിടങ്ങളിൽ, കുറ്റ്യാടം മണ്ഡലത്തിൽ ആ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇത് പത്രമാധ്യമങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് സ്ത്രീകൾ പോലും, വനിതകളായിട്ടുള്ള ബൂത്ത് ഏജന്റുമാരെ മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ പോസ്റ്റൽ വോട്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. അതിലെന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങളിപ്പം സംശയിക്കുകയാണ്. പൂർണ്ണമായി പോസ്റ്റൽ വോട്ടുകൾ കൗണ്ട് ചെയ്യാനാവത്തക്ക രീതിയിലേക്ക് വന്നിട്ട് കുറേ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് മുടന്ത ന്യായമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്രയല്ലേ കൈ നിങ്ങൾ കോടതി പോടും എന്ന രീതിയിലാണ്. ഒരു പൗരന്റെ വോട്ട് എന്ന് പറയുന്നത് അയാൾ അവകാശമാണ്. അത് ഉദ്യോഗസ്ഥനായാലും അല്ലെങ്കിലും അത് രേഖപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഇങ്ങനെ കൃത്രിമ വിജയം നേടാൻ വേണ്ടി LDF പരിശ്രമിച്ചെങ്കിലും
നമ്മുടെ സ്റ്റേറ്റിലും ജില്ലയിലും അതിനെല്ലാം തന്നെ മറികടക്കത്തക്ക രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരവും പ്രത്യേകിച്ച് CPM-ന്റെ അപജയത്തിനെതിരെ അവരുടെ പാർട്ടിക്കകത്തുള്ള വികാരവും UDF-ന് അനുകൂലമായി മാറും. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ് പറഞ്ഞ പോലെ ജില്ലയിൽ മൊത്തം UDF-ന് അനുകൂലമായ ഒരു കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞു വീശാൻ പോവുകയാണ്. അത് 4-ാം തീയതി റിസൾട്ട് വരുന്നവരുടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നേ പറയാനുള്ളൂ.